ഹലോ മക്കളെ, നമ്മൾ ഇന്നൊരു പുതിയ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ സലാം സാർ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ നീറ്റ് 2026 പ്രിപ്പറേഷന്റെ അവസാന ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ടാവും. ഇനി എങ്ങനെയാണ് അവസാന നാളുകളെ കൊണ്ടുപോകേണ്ടത്, അവരുടെ പ്രിപ്പറേഷന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്കോറിൽ നിന്ന് ഇംപ്രൂവ് ചെയ്ത് വരാൻ പറ്റുക, മികച്ച റാങ്കിലേക്ക് എത്താൻ പറ്റുക, ഒരുപാട് ഡൗട്ടുകളാണ് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കാണ് കൂടുതൽ ഈ ഒരു കോഴ്സ് ഉപകാരപ്പെടാൻ. ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നീറ്റ് അവസാന നാളെ ഒരു ക്രാഷ് കോഴ്സ് എന്നുള്ള ഒരു രീതിയിൽ ചെയ്തിട്ട് അവർക്ക് എങ്ങനെ അവർക്ക് നീറ്റ് അവർ ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സാർ, നമുക്ക് തുടങ്ങാമല്ലോ. എടാ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങളുടെ മെഡിക്കൽ ആസ്പിറന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഡ്രീം ആയിട്ട് കാണുന്ന കുറച്ച് കോളേജുകൾ മാത്രം നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്ന എയിംസ് പോലെയുള്ള അടിപൊളി കോളേജുകളുണ്ട്. ഞാൻ പറയുന്നത് സാർ, കോഴിക്കോടൊന്നും അവർ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോളേജായ എയിംസ് ഒക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ എയിംസ് അല്ലെങ്കിൽ കോഴിക്കോട് സാറ് പറഞ്ഞ പോലെ CMC വെല്ലൂര് ഇത്തരം കോളേജുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും നീറ്റാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം. കൃത്യമായ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഷോർട്ട് മെത്തേഡിലൂടെ ചെറിയൊരു കോഴ്സിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ സൈലത്തിന്റെ പ്രീവിയസ് റിസൾട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ക്രാഷ് കോഴ്സ് പോലെയുള്ള പ്രോഗ്രാമിലൂടെ മാത്രം അഡ്മിഷൻ നേടിയെടുത്ത ഒരുപാട് കുട്ടികളെ നമ്മളെ സൈലം അവാർഡ് ഡേകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നേരിട്ട കുട്ടികളുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണ് അടുത്ത ഒരു ചാൻസ്, അടുത്ത ഒരു MBBS സീറ്റ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ സീറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് എങ്ങനെ പോകാം. ചിത്രം കാണുമ്പോൾ തന്നെ കുട്ടികൾ ആലോചിക്കുന്നുണ്ടാവും, നാളെ അല്ലെങ്കിൽ അടുത്ത സൈലത്തിന്റെ അവാർഡ് സെറമണിയിൽ ആ ഫോട്ടോയിൽ ഞാൻ ഉണ്ടാവും എന്നൊക്കെ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മയോടോ ഒപ്പയോടോ അച്ഛനോടോ അമ്മയോടൊക്കെ പറയുന്ന ആളുകളായിരിക്കും ഈ വീഡിയോ ഇപ്പൊ കണ്ടത്. നമ്മളെ സൈലം അവാർഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഒരു ഡ്രീം സംഭവമാണ് അല്ലേ? നമ്മൾക്ക് അത്ര ആവേശത്തോടെ കാണുന്ന പോലെ തന്നെ സാർ, സൈലത്തിന്റെ 2500-ലധികം കുട്ടികൾ ഡോക്ടർ എഞ്ചിനീയർ എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത അവാർഡുകളിൽ ഇവരായിരിക്കും തീർച്ചയായിട്ടും. അപ്പോ ഇതൊക്കെയാണെങ്കിലും നമുക്ക് നീറ്റ് 2026 നമ്മൾ അൾട്ടിമേറ്റ് എയിം നമുക്കറിയാം. ഇനി നമുക്ക് ഇന്ന് മുതൽ അവശേഷിക്കുന്നത് 55 ദിവസങ്ങൾ മാത്രമാണ്. അതെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എൻഡ് ഗെയിം തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. ക്രാഷ് കോഴ്സ് ആണ്, എൻഡ് ഗെയിമാണ്. നമ്മളെ അവസാനത്തെ ഈ ഒരു ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്താൻ പോകുന്നതിന് കംപ്ലീറ്റ് പ്ലാനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഏത് ദിവസം മുതൽ തുടങ്ങുന്നു, എവിടെ നമ്മൾ അവസാനിക്കുന്നു, ചുമ്മാ ഒരു പ്ലാനിങ് മാത്രമല്ല, നമുക്ക് A to Z പ്ലാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയി ഡേ ബൈ ഡേ സാർ, ഡേ ബൈ ഡേ ഹവർ ടു ഹവർ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എടാ മക്കളെ, നിങ്ങൾക്ക് അറിയാം സാർ, നമുക്കറിയാം ഈ പ്രായത്തിൽ ഈ കുട്ടി എഴുതുന്ന ഏറ്റവും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ് നീറ്റ്. നീറ്റ് പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പ്രിപ്പറേഷന്റെ അവസാന നാളുകളാണ്. ഏതൊരു റേസും വിൻ ചെയ്യണത് അവസാനത്തിലാണ്. അപ്പൊ നീറ്റ് എക്സാമിന്റെയും ആ വിന്നിംഗ് മൊമെന്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ തീരുമാനിക്കുന്നത് അവസാന ലാപ്പുകളിലെ പ്രിപ്പറേഷൻ തന്നെയാണ്. ഈ അവസാന ലാപ്പുകളിലാണ് സാർ പല കുട്ടികൾക്കും നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ തുടക്കത്തിലേക്ക് വളരെ വൃത്തിയായി പഠിച്ചിട്ട് അവസാന നാളുകളിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പായി പോയിട്ട് റാങ്ക് താഴേക്ക് വരുന്ന ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. പല കുട്ടികളും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അവിടെ. ആദ്യമൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇനിയിപ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഈ ദിവസങ്ങൾ ഇങ്ങനെ അങ്ങനെയല്ല. ശരിക്കും ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അവസാന നാളുകളുടെ പ്രിപ്പറേഷൻ വളരെ വൃത്തിയാണെങ്കിൽ അതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പോകണം. അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ബാച്ചിനെ കൃത്യമായി ഫോളോ ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാന പ്രിപ്പറേഷൻ വളരെ ഈസി. അതിൽ സ്റ്റഡീസ് വരുന്നുണ്ട്, കൃത്യമായ എക്സാമുകളുണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, കുട്ടികളുടെ ഡൗട്ടുകൾ ചോദിക്കാനുള്ള നമ്മുടെ ആപ്പിൽ തന്നെയുള്ള ഏറ്റവും അടിപൊളി ഫീച്ചേഴ്സ് ആയ AI ഗുരു, ഇൻഫിനിറ്റി പ്രാക്ടീസ് പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അവസാന പ്രിപ്പറേഷൻ, നിങ്ങളുടെ അവസാനത്തെ നീറ്റ് 2026 അവസാന ലാപ്പ് പ്രിപ്പറേഷൻ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ക്രാഷ് കോഴ്സ് ബാച്ചാണ്, ഓൺലൈൻ ബാച്ചാണ് നീറ്റ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഈ 55 ദിവസത്തെ വളരെ വൃത്തിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺലൈൻ ആണ് അല്ലെ, അതൊന്നും കൂടി നമുക്ക് പറയാം. നിങ്ങളുടെ വീട്ടിലുള്ള കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് ടൈം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാത്രയുടെ ആ ഒരു സമയം നഷ്ടപ്പെടുന്നില്ല അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആഡ് വേർഡ് എടുത്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക്. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് വളരെ വൃത്തിയായിട്ട് ഈ ബാച്ചിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് മൊഡ്യൂളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്ക് അറിയാലോ സർ, ആകെ ടോട്ടൽ 81 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 81 ചാപ്റ്റേഴ്സ് ഈ 55 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവും സർ. അതെന്താ? അതാണ് നമുക്ക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് ഒരു ഐഡിയ ഉണ്ടാക്കാൻ കഴിയില്ല. സോ നമ്മുടെ എക്സ്പേർട്ടുകൾ ഇരുന്ന് വർഷങ്ങളുടെ നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ അനുഭവങ്ങളിലൂടെ ഈ ഒരു വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് 81 ചാപ്റ്റേഴ്സ് നമ്മൾ മൊഡ്യൂളായിട്ട് കൃത്യമായിട്ട് തിരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ പറഞ്ഞത്. 81 ചാപ്റ്റേഴ്സിനെ നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് തരല്ല. 81 ചാപ്റ്റേഴ്സിനെ നമ്മൾ കൃത്യമായി 20 മൊഡ്യൂൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സർ നമുക്ക് 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് നീറ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആണ്. അപ്പോൾ 4 ഈക്വൽ വെയിറ്റേജിൽ 45 ക്വസ്റ്റ്യൻസ് വീതമാണ് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇതിനെ 20 ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് 55 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ബാക്കി ദിവസം കൊണ്ട് അതിനെ കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അതിനാണ് നമ്മളുടെ അടുത്ത പ്ലാനുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലാസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുട്ടികൾക്ക് അറിയാം എക്സ്പെർട്ട് ഫാക്കൽറ്റി ലൈനപ്പ് ആണ് സാർ. നമ്മുടെ കേരളത്തിൽ തന്നെ എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. ആ ഒരുപാട് ടീച്ചേഴ്സ് ആണ് സൈലത്തിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. അവരാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെ ഓക്കെയാണ്. എങ്കിൽ രണ്ടാമത്തെ സാർ നോക്കി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു തിയറി കോൺസെപ്റ്റ് ബേസ് ഉണ്ടാവുക എന്നുള്ള നിർബന്ധമാണ്. പല ക്രാഷ് കോഴ്സുകളിൽ നമ്മൾ കാണാറുള്ളത് തിയറി ഒട്ടും പറയാതെ വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് മാത്രം പോകുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും നല്ലൊരു മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി നിങ്ങളെ പഠിപ്പിച്ചിട്ട് മാത്രമായിരിക്കും അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓറിയന്റഡ് ആയിട്ടുള്ള തിയറിയാണ് പറയുക, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കണം. അപ്പോൾ ഒരു ദിവസം ഫിസിക്സ് മാത്രം പഠിക്കുക, പിറ്റേ ദിവസം കെമിസ്ട്രി പഠിക്കുക, പിറ്റേ ദിവസം സുവോളജി പഠിക്കുക, പിറ്റേ ദിവസം ബോട്ടണി പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ലാഗ് ഫീൽ ചെയ്യും. നമ്മൾ എല്ലാ സബ്ജക്റ്റിനും കീപ്പ് ഇൻ ടച്ച് ഇൻ എവറി ഡേ എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് 4 സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എക്സാം സീരീസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി എക്സാമുകളുണ്ട്. ഓരോ ദിവസവും 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സബ്ജക്ട് എന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ എക്സാമുകളുണ്ട്, വീക്കിലി എക്സാമുകളുണ്ട്. ദെൻ നമുക്ക് മോക്ക് ടെക്സ്റ്റുകൾ എക്സാമിന്റെ ഫൈനൽ നീറ്റ് എക്സാമിന്റെ സെയിം പാറ്റേണിൽ 180 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കറക്റ്റ് മോക്ക് എക്സാമുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നീറ്റിന്റെ അവസാന നാളുകൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മോക്ക് എക്സാം എഴുതാൻ. തീർച്ചയായിട്ടും മോക്ക് എക്സാം എഴുതുമ്പോൾ ഉണ്ടാവുന്ന 1-2 മെച്ചങ്ങൾ പറയുകയാണെങ്കിൽ സാർ, അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് ഫൈനൽ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇവർ മോക്ക് എക്സാം എഴുതാതെ നേരെ പോയിട്ട് ഒരു 180 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇവർ പ്രശ്നം ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 180 ക്വസ്റ്റ്യൻസിന്റെ ഇത്രയും എക്സാമുകൾ ആദ്യമേ എഴുതി പോകുമ്പോൾ ആദ്യത്തെ 1-2 എക്സാമിലൊക്കെ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ എക്സാമിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങൾ അതിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൃത്യമായിട്ട് ടൈം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതിനാണ് നമ്മൾ ഇത്രയും മൊഡ്യൂൾ എക്സാമുകളും മോക്ക് എക്സാമുകളും കൊടുക്കുന്നത്. മോക്ക് എക്സാം എഴുതുമ്പോൾ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് എക്സാം അനാലിസിസ് നടത്തുക. ഒരു എക്സാമിന് നടത്തിയ മിസ്റ്റേക്കുകളെ മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിന് അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് കയറി വരാൻ പറ്റും. അടുത്തതാണ്, അപ്പൊ നിങ്ങൾ ചോദിക്കും എക്സാം സീരീസ് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ ആപ്പിന്റെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ AI ഗുരു ഉണ്ട്. ഇൻഫൈനൈറ്റ് പ്രാക്ടീസ് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റിൽ നിന്നും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള അത്രയും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ അവർ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുന്നു, അവർക്ക് താല്പര്യമുള്ള. ദെൻ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആപ്പിലൂടെ കൃത്യമായി ആ ഒരു സമയത്തിന്റെ ഡ്യൂറേഷൻ ഇരുന്നുകൊണ്ട് ആ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിയും. ടൈം കഴിയുന്ന അപ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയ ക്വസ്റ്റ്യൻസ് കാണാം. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ആവശ്യമായ യൂട്യൂബ് ലിങ്കുകൾ അടക്കം നമുക്ക് അവിടെ കാണാൻ കഴിയും. അടുത്തൊരു ഫീച്ചറാണ് AI ഗുരു. നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടി ആലോചിക്കുന്നത് ഞാൻ ഓൺലൈനിൽ ഇരുന്നാണ് പഠിക്കുന്നത്, ഇത്രയും സബ്ജക്ട് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഈ ഡൗട്ട് ഞാൻ എങ്ങനെ ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും അവിടെ അവർക്ക് ടൈപ്പ് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടോ AI ഗുരു എന്നുള്ള ഫീച്ചർ നിങ്ങൾ അതിന് സഹായിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് അവിടെ തരിക. നിങ്ങൾക്ക് ആ സൊല്യൂഷൻ വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഡൗട്ട് ക്ലിയറൻസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. എങ്കിൽ നമ്മളെ എക്സാം പാറ്റേണുകൾ എന്തൊക്കെയാണ് ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാം പാറ്റേണുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആതിര മാമിനെയും NH സാറിനെയും വിളിക്കാം. വരി സർ. വെൽക്കം മിസ്. വെൽക്കം സാർ. ഹായ് മക്കളെ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ബഷീർ സാറും അതുപോലെ തന്നെ സലാം സാറും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ബാച്ച് എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ബാച്ചിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എക്സാം തന്നെയാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ ലൈക്ക് ഈ സമയത്താണ് നമ്മള് റിവിഷൻ എന്നാണ് നമ്മൾ പറയുക. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ്. സോ യു ഹാവ് ഓൾറെഡി നോ ദ ടോപ്പിക്സ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്ത ടോപ്പിക്സ് എത്രത്തോളം അറിയാമെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്.
നമ്മൾ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം വളരെ മസ്റ്റായിട്ട് നിങ്ങൾ എഴുതണം. എത്ര പഠിച്ചാലും നമ്മൾ ഏത് പൊസിഷൻ എത്തിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എക്സാം വളരെ മസ്റ്റാണ്. അതുകൊണ്ട് എക്സാം എഴുതാത്ത കുട്ടികൾക്ക് പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പൊതുവെ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്ന പല മക്കളും ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് ഇതാണ്. ലൈക്ക് എനിക്കുള്ള ബാക്ക്ലോഗ്സ് എല്ലാം പഠിക്കാം, ബാക്ക്ലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും, ടൈം എത്ര പോയിന്നും അറിയില്ല, എത്രമാത്രം ഞാൻ ഇംപ്രൂവ് ചെയ്തു എന്നും അറിയാൻ പറ്റില്ല. സോ ഫോർ വിച്ച് ഫസ്റ്റ് തിങ് നിങ്ങൾ ക്രാഷ് പ്രോഗ്രാമിന് വരുമ്പോൾ ഉള്ളത് ഡെയിലി ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാ ദിവസവും ഒരു ദിവസം നമുക്ക് 4 ചാപ്റ്ററും 4 സബ്ജക്റ്റും പഠിക്കാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചാപ്റ്റർ ഇതായിരിക്കും ഒരു സബ്ജക്റ്റിൽ ഉള്ളത്. ഇപ്പോൾ വലിയ ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഫിസിക്സിലും കെമിസ്ട്രിയിലും സുവോളജിയിലും ബോട്ടണിയിലും ഒരു ചാപ്റ്റർ പഠിച്ചു, അടുത്ത ദിവസം ആകുമ്പോൾ നോക്കണ്ടേ എത്ര അറിയാന്ന്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് എ ഡെയിലി ടെസ്റ്റ് സീരീസ്. ഇത് ഒരു കുഞ്ഞു സീരീസ് ആണ്. ഇത് നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ അതേ പാറ്റേണിലല്ല. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം ഈ സബ്ജക്റ്റിൽ നിന്ന് എടുത്ത് ഒരു 120 മാർക്സിന്റെ എക്സാം. ഇത് നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിവിഷൻ പെർഫെക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയാണ്. ബട്ട് ഓഫ് കോഴ്സ് യു ഹാവ് ടു റൈറ്റ് നീറ്റ് പാറ്റേൺ എക്സാംസ്, അല്ലേ സാർ? അതായത് നിങ്ങളിപ്പോ ഒരു 30 ക്വസ്റ്റിന്റെ എക്സാം എഴുതിയാൽ മാത്രം പോരാ. നമ്മൾ കറക്റ്റ് ആയിട്ട് നീറ്റ് എക്സാമിന്റെ പാറ്റേണിലൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള 2 എക്സാമുകളാണ് നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റും അതേപോലെ ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് എക്സാമും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ നീറ്റിന്റെ അതേ പാറ്റേൺ, നീറ്റിൽ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളും അതേപോലെ നീറ്റിന്റെ അതേ പാറ്റേണും ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ സോളജി, ബോട്ടണി, അതേപോലെ കെമിസ്ട്രി, അതേപോലെ ഫിസിക്സ് എല്ലാം 40 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് എഴുതുന്നുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ നീറ്റ് എക്സാം എന്ത് ചെയ്യാം, ഇതേപോലെ കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞത് ഭയങ്കര റിലവന്റ് പോയിന്റ്. കാരണം ഇത് നീറ്റ് പാറ്റേൺ, ആക്ച്വൽ നീറ്റ് പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ LMRP ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാമിലെ നീറ്റ് എൻ ഗെയിമിലെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഫുൾ മോക്ക് സീരീസ് എഴുതിയ കുട്ടികൾ പറഞ്ഞത് അവർ നീറ്റ് എക്സാം എഴുതിയപ്പോൾ അവർക്ക് ഫീൽ ചെയ്തത് അവർ പുതിയ എക്സാം എഴുതിയ പോലെയല്ല. ബിക്കോസ് നമ്മൾ തന്നെ കൊടുത്ത ക്വസ്റ്റ്യൻസിന്റെ ഓൾമോസ്റ്റ് ഒരു മിക്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രം ദ സെയിം ഏരിയ ആയിരുന്നു അവർക്ക് കിട്ടിയ മിക്ക ക്വസ്റ്റ്യൻസും. റിപ്പീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോബബിൾ ഏരിയാസിൽ നിന്ന് ഏറ്റവും നമുക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതല്ല, അതിലുപരി ആ ഏരിയാസിൽ നിന്നായിരിക്കും, റിപ്പീറ്റഡ് ഏരിയാസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, എക്സാം എഴുതിയാൽ മാത്രം പോരാ, അവര് വരുത്തിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ആ മിസ്റ്റേക്ക് അടുത്ത എക്സാമിൽ എന്ത് ചെയ്യരുത്, വരുത്തരുത്. അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ അവസാനത്തെ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാൻ പറ്റും. Too many questions for them. ആദ്യം തന്നെ നമുക്ക് പറയാം, ഇൻ ക്ലാസ് 80 ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ക്ലാസ് നിങ്ങൾ ചെയ്യുക. ഇൻറ്റു 20, ലൈക്ക് ദാറ്റ് ഈസ് 20 days 20 modules, so you get 1600 questions. And then ഡെയിലി എക്സാമിന് മിസ് പറഞ്ഞ പോലെ ഡെയിലി എക്സാമിന് ഓരോ എക്സാമിനും 30 ക്വസ്റ്റ്യൻസ് വീതമായിട്ട് കിട്ടും. അപ്പം ഏകദേശം നിങ്ങൾക്ക് 600 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി എക്സാമിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റ് 3 ഗ്രാൻഡ് ടെസ്റ്റ് ആണ് ഉള്ളത്. സോ ഓൾ ടോട്ടൽ 540 ക്വസ്റ്റ്യൻസ്. പിന്നെ അതേപോലെ തന്നെ ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് മോക്ക് എക്സാം, അതിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 3 എക്സാമുകളാണ് ഉണ്ടാവുക. ടോട്ടൽ 540 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യും, കിട്ടും. ആൻഡ് അഗെയിൻ 180 ക്വസ്റ്റ്യൻസിന്റെ ലൈക് 20 GIBസിൽ നിന്ന് ഓൾ ടുഗദർ 3600 ക്വസ്റ്റ്യൻസ്. സോ ദിസ് ഈസ് അറൌണ്ട് 6800 ക്വസ്റ്റ്യൻസ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഇൻ ജസ്റ്റ് 35 days. 35 ദിവസം കൊണ്ട് നമ്മൾ ഏതാണ്ട് 6800 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യുക. ക്വസ്റ്റ്യൻ പഠിപ്പിക്കുക അല്ല, ശരിക്കും തിയറി പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുന്നതുകൊണ്ട് വെൻ യു ആർ ഡൂയിങ് ദിസ് 6800 ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഇവർക്ക് എന്തായിരിക്കും, തറവായിരിക്കും അല്ലേ. ഇനി നിങ്ങൾ ഇനി പുതിയൊരു എക്സ്ട്രാ ബുക്കിന് റെഫറൻസിലൊന്നും യാതൊന്നും ആവശ്യമില്ല. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയ കുട്ടി എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് അതിലുള്ള തിയറിയും കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും കവർ ചെയ്യും. അപ്പൊ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ക്വസ്റ്റ്യൻസിലൂടെ തിയറി പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജി മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഫുൾ ടോപ്പിക് NCERT ലൈൻ ബൈ ലൈൻ വായിച്ച് എല്ലാം കവർ ചെയ്ത് എക്സാമിന് പോകുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പറ്റില്ല. അപ്പൊ എക്സാമിലൂടെ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്ന ഡീസന്റ് സ്കോർ എന്ത് ചെയ്യും, നീറ്റിൽ എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ നീറ്റ് എൻ ഗെയിമിന്റെ മൊഡ്യൂളാണ്. സോ മൊഡ്യൂള് ഫുള്ളായി നമ്മൾ എന്തായാലും നിങ്ങൾ വൺസ് ബാച്ച് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയി നിങ്ങളുടെ ബാച്ചിൽ തന്നെ ലഭിക്കും. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് മൊഡ്യൂൾ 1 നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 സബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഫിസിക്സിന്റെ, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇങ്ങനെയാണ് ക്ലാസ്സസ് പോവുക. എല്ലാ ദിവസവും 4 സബ്ജക്റ്റും കാണും. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഫുൾ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. സൊല്യൂഷൻസും കെമിസ്ട്രിയിലെ സൊല്യൂഷൻ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ കുറച്ച് ബിഗ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പാർട്ട് 1 മാത്രമാണ് നമ്മൾ ഡേ 1 എടുക്കുക. സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ്
എല്ലാം പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് വൺസ് യു സ്റ്റഡി നെക്സ്റ്റ് ഡേ നിങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഡെയിലി ടെസ്റ്റ് എഴുതുന്നു, അതിനുശേഷം അഗെയിൻ മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സസ് എടുക്കുന്നു. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. മൊഡ്യൂൾ 20 വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു PDF ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 20ക്ക് ശേഷമാണ് നിങ്ങളുടെ ഫൈനൽ പ്രീമോക്ക് ടെസ്റ്റുകൾ വരുന്നത്. ഒരു ഫുൾ മന്തിലും നമുക്ക് പിന്നെ പ്രീമോക്ക് ടെസ്റ്റുകളായിരിക്കും. യു വിൽ ഹാവ് ഓൺലൈൻ എക്സാംസ്, യു വിൽ ഹാവ് ഓഫ്ലൈൻ എക്സാംസ് ഫോർ ദാറ്റ്. അപ്പോ ദാറ്റ് വിൽ ബി ലൈക്ക് മേക്കിംഗ് യു കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ഫോർ യുവർ NEET 2026. അപ്പൊ ഇനി എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് ബഷീർ സാറും അതിനാണ് സാർ തുടങ്ങാം നമുക്ക്. ഓക്കെ. അപ്പോ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഡേ പ്ലാനിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് സാർ പിള്ളേർ എപ്പോഴും ചോദിക്കും എന്റെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ആയി, എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ടൈം എവിടെയാണ് ലാഗ് ആവുന്നത്? സാധാരണ ഒരു നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലും മിസ് നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും കാണും. അതല്ല, നമ്മൾ പോകുന്ന പോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഡേ മിസ്സാവുന്നതേ അറിയില്ല, ടൈം പോകുന്നതേ അറിയില്ല, നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും എത്തൂല. അതേപോലെ തന്നെയാണ് പ്രിപ്പറേഷന്റെ അവസാന ഡേ. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ പഠിക്കണം, എപ്പോൾ കിടക്കണം, എപ്പോൾ ഉറങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതിയോ, ഇത്ര മണിക്കൂർ ഉറങ്ങുന്ന പ്രശ്നമല്ലേ? ഞാൻ ഒരു ദിവസം 2 മണിക്കൂർ ഇറങ്ങിയോളൂ, അടുത്ത ദിവസം 10 മണിക്കൂർ ഉറങ്ങുന്നു. ഒരു ദിവസം രാവിലെ 6 മണിക്ക് എണീച്ച് പഠിക്കുന്നു, അടുത്ത ദിവസം എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല മിസ്. പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ എത്ര പഠിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ എത്തുന്നില്ല. ഇങ്ങനെ ഒരു ചാപ്റ്റർ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ 10 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? അതാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെറ്റ്സ് ഇത് നമ്മുടെ ഒരു പ്ലാനാണ് മിസ്. നമുക്ക് പറയാം ഇത് നമ്മുടെ ഒരു പ്ലാനാണ്. ചിലപ്പോൾ നൈറ്റ് കൂടുതൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഏർലി മോർണിംഗ് നേരത്തെ എണീറ്റ് പഠിക്കുന്നവരുണ്ടാവാം. ഇതൊരു ജനറൽ പ്ലാൻ ആണ്. ഇത് നിങ്ങൾക്ക് അനുസരിച്ച് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മോഡിഫൈ ചെയ്തിട്ട് ഇതിന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ലൈക്ക് ദിസ് മച്ച് അവേഴ്സ് വി ഹാവ് ടു ഗെറ്റ് ഇൻ എ ഡേ എന്നാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഷെഡ്യൂള് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര മണിക്കൂർ കിട്ടുന്നുണ്ട്. ഈ മണിക്കൂർ നിങ്ങളുടെ ഡേയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഡേ റൂട്ടീൻ ചേഞ്ച് ചെയ്താലും യു ഹാവ് ടു ആക്ച്വലി ഗെറ്റ് ദിസ് മച്ച് അവേഴ്സ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കാണാം ഇവിടെ പല ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്താണ് കാണിച്ചു തരുന്നത്. മൊഡ്യൂൾ 1 എടുത്തു വെച്ച് ഡേ 2 എങ്ങനെ പഠിക്കണം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമ്മൾ 4 ചാപ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം ഒരു ചാപ്റ്റർ എടുത്തു വെച്ച് ഇരിക്കാനുള്ളതല്ല. 4 സബ്ജക്റ്റും പഠിക്കണം, 4 ചാപ്റ്ററും പഠിക്കണം. അതെങ്ങനെ പഠിക്കാന്നാ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. സോ രാവിലെ തന്നെ 6 മണി to 6:30 വരെ നിങ്ങൾ 6 മണിക്ക് എണീക്കുന്നു, 6:30 ഇടയിൽ വേക്കപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിയുന്നു, നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങൾ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പഠനത്തിലേക്ക് വരുന്നത് ബ്ലോക്ക് 1. ബ്ലോക്ക് 1 നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്നത്തെ എക്സാമിന് ആവശ്യമുള്ള ടോപ്പിക്സ് എല്ലാം ഒന്ന് അതായത് യെസ്റ്റർഡേ പഠിപ്പിച്ച ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അന്ന് തലേന്ന് ഇരുന്ന് പഠിച്ചതാണ്. രാത്രി നിങ്ങൾ അതൊന്നുകൂടി വൃത്തിയായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചതാണ്. രാവിലെ നമ്മൾ അതൊന്നുകൂടി റിവൈസ് ചെയ്യുന്നു. എക്സാമിന് മുന്നേ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. ഇവിടെ കൃത്യമായി കേൾക്കണം, 2ാമത്തെ റിവിഷനാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ റിവിഷനും കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ 8 മണി ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് തീർക്കണം? റിവിഷൻ ഓടിച്ച് തീർക്കണം എല്ലാ ടോപ്പിക്സും. 8 മണിക്ക് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഇരുന്ന് അർമാദിച്ച് കഴിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ലൈവിലേക്ക് 8:30 ആകുമ്പോൾ അപ്പൊ 8:30 ലൈവ് 1. ഇപ്പൊ ക്ലാസ്സസ് നിങ്ങൾ എപ്പോഴും ലൈവിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, ഇനി നിങ്ങൾ എൻഗെയിമിന്റെ ക്ലാസ്സിൽ വരുമ്പോഴും ഇറ്റ് ഷുഡ് ബി ആൻ ആക്റ്റീവ് ലേണിംഗ് ഫേസ്. ക്ലാസ്സുകൾ എപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഞാൻ ക്ലാസ് കണ്ടിട്ട് ഇനി എപ്പോ പഠിക്കും എന്നല്ല. ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ക്ലാസ്സിന്റെ കൂടെ ഒരു പെന്നും പേപ്പറും വെച്ച് ടീച്ചർ അവിടെ ഇരുന്ന് റിവൈസ് ആണ് ചെയ്യുന്ന ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് അറിയാവോ എന്ന് നോക്കി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾ ആ ടോപ്പിക്സ് നോക്കി പോവാൻ വേണ്ടിയാണ് ലൈവ് ക്ലാസ്സസ്. അല്ല ലൈവ് ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പഠിക്കാൻ പിന്നെ ഒരു സമയം കാണില്ല. ക്ലാസ്സിന്റെ കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക. പിന്നെ നമ്മൾ പ്ലസ് 2 സിലബസ് ആണ് തുടങ്ങുന്നത്. അപ്പൊ പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് റിവിഷൻ വളരെ എളുപ്പമായിരിക്കും. ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കുക. ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് NCERT കൂടെ വെച്ച് വായിക്കുക. അപ്പോഴാണ് നിങ്ങളെ റീഡിംഗ് സ്കില്ലും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾസോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുമ്പോൾ കൂടെ ടീച്ചേഴ്സിന് മെയിൻ ആയിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്യിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ അത് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ അവിടെ ഇരുന്നിട്ട് ടീച്ചർ ആദ്യം ചെയ്യട്ടെ, ഞാനൊന്ന് നോക്കട്ടെ ഇതെല്ലാം ശരിയാവുന്നത്, എന്നിട്ട് ഞാൻ ചെയ്യാം, പിന്നെ ഒരു ദിവസം അതിനുള്ള ദിവസം ഇല്ല നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെഷൻ 10:30 കഴിയുന്നു. പിന്നെ ഒരു ക്വിക്ക് റിവിഷൻ ഓഫ് ദാറ്റ് ടോപ്പിക്കിന് നമ്മൾ സമയം കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ്സ് ആ ടോപ്പിക്ക് നിങ്ങൾക്കായിട്ട് ഇരുന്ന് ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ ലൈവും ഈ ഒരു സ്റ്റഡി ബ്ലോക്കും കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കണം ആക്ച്വലി. പിന്നെ നമ്മൾ 1/2 മണിക്കൂർ ബ്രേക്കിന് ശേഷം 11 to 1 മണി വരെ നമ്മളെ
കെമിസ്ട്രി ആണ് വരുന്നത്. കെമിസ്ട്രി 2 മണിക്കൂറിൻ്റെ ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ 1 മണിയാകുമ്പോഴേക്കും നിങ്ങളെ കെമിസ്ട്രി ചാപ്റ്റർ പഠിപ്പിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മക്കൾ വൃത്തിയായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ 1 മണി മുതൽ 1:30 വരെ നമ്മൾ വീണ്ടും ബ്രേക്ക്. യെസ്, അവിടെ ഒരു ലഞ്ച് ബ്രേക്കും ഉണ്ട്, പിന്നെ ഒരു ബ്രിസ്ക് വാക്കിംഗ് നിന്ന് ഉഷാറായി. കാരണം കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞല്ലേ വരുന്നത്, നിങ്ങൾക്ക് ഉഷാറായി വരണം എന്നാണ് ഞാനും പറയുന്നത്. അല്ല, കെമിസ്ട്രിക്ക് ഞാൻ പറയുമ്പോൾ ആ സാറൊന്നാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം വൈബ്രന്റ് ആണ്, ഈഗർലി വെയിറ്റിംഗ് ആണ്. ഉയർന്നു പറയുന്ന കുട്ടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അത് കഴിഞ്ഞ് നേരെ 1:30 to 2 എന്ന് പറയുന്നത് അഗെയിൻ ലൈക്ക് സ്റ്റഡി ബ്ലോക്ക് ടൈം ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ഇപ്പൊ കെമിസ്ട്രിയിൽ പഠിച്ച ടോപ്പിക്, അപ്പൊ ലഞ്ച് കഴിഞ്ഞിട്ട് കെമിസ്ട്രി പഠിച്ചാൽ മതി എന്നാണ്, ഫുൾ എനർജി. ഒരു കാര്യം കൂടി അതിനിടയിൽ പറയണ്ടേ, വീട്ടിലാണ് ഇരിക്കുന്നത് അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ബ്രേക്കിന്റെ സമയത്ത് എങ്ങാനും ഓടി ചെന്നിട്ട് ഒന്ന് തോണ്ടാൻ നിന്നാൽ നിങ്ങൾക്ക് അടുത്ത ലൈവ് നഷ്ടപ്പെടും. സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങൾ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബാൻ ചെയ്യാം. അതായത് അങ്ങനെ ചെയ്യും. അതിനൊരു പറ്റുമോ, കൈ വിറക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്ലാസ്സിൽ. അപ്പൊ ആയതുകൊണ്ട് മക്കളെ, എടാ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കാണാൻ പോകുന്നത് ഒരു റീലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അത് നിങ്ങളെ സ്ക്രോൾ ചെയ്യിപ്പിച്ച് അടുത്ത ലൈവും കഴിഞ്ഞ് 3 ഇനകുമ്പോഴേക്കും കണ്ണെടുക്കുക. അപ്പോൾ ലൈവും പോകും, എല്ലാ പ്ലാനും പോകും. അതുകൊണ്ട് പരമാവധി മാക്സിമം നമ്മൾ പറയുള്ളൂ, മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചിട്ട് ഈവൻ നിങ്ങൾക്ക് തരുന്ന ഈ ലഞ്ച് ലൈക്ക് ഒരു ബ്രിസ്ക് വാക്കിന്റെ വാക്ക് എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് മെന്റലി റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. പാട്ട് കേട്ടോട്ടെ, ദൂരോട്ട് നിന്നിങ്ങനെ കേൾക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഭയങ്കര റിലാക്സേഷൻ അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന റിലാക്സേഷൻ അല്ല, ബ്രെയിനെ ചുമ്മാ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. യെസ്, ദെൻ 2 to 4 again you have botany. യെസ്, ഉച്ചയ്ക്ക് ബോട്ടണി പഠിക്കുന്നത് അടിപൊളിയാണ് എന്റെ അഭിപ്രായം. പ്ലാന്റ്സ് ആണ് എന്റെ വേൾഡിനെ സസ്റ്റൈൻ ചെയ്യിപ്പിക്കുന്നത്. കഴിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. പ്ലാന്റിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ സെഷൻ വളരെ ഉപയോഗകരമായിരിക്കും. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് ചിക്കൻ കറി വരുന്നത് ശരിക്കും. അപ്പൊ ഒരു ആഫ്റ്റർനൂൺ ബ്രേക്ക് കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും 4:30 യെസ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ സുവോളജി ക്ലാസ്സസിലേക്ക് എത്തുന്നു. അപ്പൊ സുവോളജിക്ക് വൈകുന്നേരം അടിപൊളി സമയമാണ്. അപ്പൊ നമ്മൾ ക്ലാസ് ഇരുന്ന് തന്നെ പഠിക്കുന്നു, ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ദെൻ യു ഹാവ് ദ നെക്സ്റ്റ് സ്റ്റഡി ബ്ലോക്ക്, ആഫ്റ്റർ വിച്ച് ലൈക്ക് യു ഹാവ് ദ ഡിന്നർ ടൈം. ഇനിയുള്ള 7:30 to 8 PM ടൈം ഡെയിലി പ്രീവിയസ് ഡേ എക്സാമിനേഷൻ ടൈമാണ്. അപ്പൊ രാവിലെ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ ഈ എക്സാം വരുന്നു എന്ന് പറഞ്ഞാൽ ഈവനിങ് ക്ലാസ്സസ് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അയ്യോ തലേ ദിവസം എക്സാം വരുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ക്ലാസ് സ്കിപ്പ് ചെയ്തുള്ള എക്സാം പഠിത്തമൊന്നും ഇല്ല. നമ്മൾ അതിനുള്ള ടൈം നിങ്ങൾക്ക് രാവിലെ തന്നെ പഠിച്ച് സെറ്റ് ആക്കുന്നു. ഇനി അതിന് തൊട്ട് മുമ്പ് ഒന്ന് നോക്കി വെച്ച് എക്സാം എഴുതാം. ദെൻ യു ഹാവ് ഇനഫ് ടൈം ഫോർ യുവർ സെൽഫ് സ്റ്റഡി. അല്ലെ, അവിടെ കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റഡി ബ്ലോക്ക് 6 പഠിക്കുക, റിവൈസ് ടുഡേസ് 10 ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. 9 to 10 ആണെങ്കിൽ സ്റ്റഡി ബ്ലോക്ക് 7 പഠിക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് പറയും, 1 hour വെച്ചിട്ടാണ് ഓരോ ടോപ്പിക്കും പഠിക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 10 to 10:30 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് സോൾവ് ചെയ്യാം. 10:30 to 11:30 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 50 മിനിറ്റ് ഫുൾ ഓൺ റിവിഷൻ ഫോർ അപ്കമിങ് മൊഡ്യൂൾ എക്സാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എക്സാമുകൾ എഴുതണം, ആ എക്സാമിന്റെ സ്കോർ അനലൈസ് ചെയ്യണം, പോസ്റ്റ് എക്സാം അനാലിസിസ് നടത്തണം, മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്ത് വരാൻ പറ്റൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 11:30 to 11:40 നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക, വേറൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട. എക്സാം എങ്ങനെ എഴുതും, എക്സാമിന് പുതിയ ക്വസ്റ്റ്യൻസ് വരുമോ, ഔട്ട് ഓഫ് സിലബസ് എത്ര ക്വസ്റ്റ്യൻ വരും, ഇതൊന്നും ആലോചിക്കേണ്ട. ഇന്ന് പഠിച്ച കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുക, സന്തോഷമായി കിടന്നു നല്ല പോലെ ഉറങ്ങുക, മക്കളെ നല്ല പോലെ ഫുഡ് കഴിക്കുക. കാരണം എക്സാമിന് അടുപ്പിച്ച് ഇവരിങ്ങനെ പഠിക്കുകയാണെങ്കിൽ ബെഡ് കാണാതെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യണ ഒരാൾക്ക് നല്ല സ്ലീപ്പ് കിട്ടും. അല്ലെ സലാം സാറേ? നല്ല വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നല്ല സ്ലീപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സലാം സാറിനോട് മാത്രം ചോദിച്ചാൽ ഞാനൊരു വേണ്ട ഏജ് പറഞ്ഞ സലാം സാറിന് ഫീൽ ആവും. ഞാനൊരു ലുക്ക് വെച്ച് പിടിച്ചാലോ. അപ്പോൾ ഓക്കെ, സലാം സാർ പറയുന്നത് അങ്ങനെയാണ് കൃത്യമായിട്ട്. കാരണം ഞാൻ എൻ്റെ അനുഭവത്തിനാണ് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിൻ്റെ ടൈം ആകുമ്പോൾ കിടക്കുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മൾ സ്വിച്ച് ഇട്ട പോലെ എണീക്കും ചെയ്യും. കാരണം നമ്മളെ മൈൻഡിൽ ആ സാധനം ഉണ്ട്, രാവിലെ എന്ന സമയത്ത് എണീക്കണം, ഇത്ര എനിക്ക് ചെയ്യാനുണ്ട്, ഇത്ര കാര്യങ്ങൾ രാവിലെ എണീറ്റ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എണീക്കും നമ്മൾ. ആ ഒരു സാധനം അതെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടുള്ള ടൈം ടേബിൾ ഒക്കെ പറഞ്ഞു. ഇനി സലാം സാറിന്റെ ബാച്ചാണ്. സലാം സാർ വന്ന് പറയും, ഫ്രീ ആയി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തരാൻ പോവുകയാണ്. ബിക്കോസ് ലൈക്ക് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും എഫക്റ്റീവ് ഏറ്റവും റെഡ്യൂസ്ഡ് ഫീസിൽ ഏറ്റവും എക്കണോമിക് ആയിട്ട് പഠിക്കാം, അഫോർഡബിൾ ആയിട്ടും എക്കണോമിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ശരിക്കും സൈലത്തിലാണ്. ഇനി ഈവൻ
നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാതെ നമ്മുടെ ഫ്രീ ലൈവ് മാത്രം കണ്ട് പഠിക്കുന്ന മക്കൾ ഒരുപാട് പേരുണ്ട്. വേറെ ഉണ്ട്. അപ്പൊ സലാം സാർ, വരൂ. കുട്ടികൾക്കുള്ള ഫ്രീ സാർ തന്നെ അനൗൺസ് ചെയ്യണം. നമ്മൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയുള്ള പുതിയ സീരീസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യെസ് മക്കളെ. സോ അടുത്തത് നമ്മൾ പറയുന്നത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 നമ്മൾ നീറ്റ് എന്ന് പറയുന്നത് നീറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാം ആയിരുന്നു. സോ എന്തായാലും ഇനി അത്ര ഡിഫിക്കൽട്ട് ആവില്ല നമ്മൾ പ്രതീക്ഷിക്കണം. ബട്ട് എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് ചെറിയ ചില ചേഞ്ചസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഓരോ ചാപ്റ്ററൊന്നും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് നമുക്കിനി എക്സാം വരെ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. കെമിസ്ട്രിക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് അതെ. കാരണം ഈ നീറ്റ് 2025 ചോദിച്ച ഫിസിക്സ് കെമിസ്ട്രി പാറ്റേൺ ഒക്കെ ഒരു ഡിഫറന്റ് ആയിരുന്നു. അപ്പൊ പുതിയ ഈ 2026 ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് ആണ്. നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും യൂട്യൂബിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണം. ന്യൂ ക്വസ്റ്റ്യൻ സീരീസ് പാറ്റേൺ. അതുപോലെ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ് NCERT എങ്ങനെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഫിസിക്സ് പോലത്തെ. ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുകയാണ്. നമ്മൾ മീറ്റിംഗിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ NCERT എല്ലാ പ്രോബ്ലം ചെയ്യണോ, സൈഡിലുള്ള പ്രോബ്ലം ചെയ്യണോ, ബാക്കിലുള്ള പ്രോബ്ലം ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം. NCERT നിന്ന് വരാവുന്ന ടൈപ്പ് NCERT സോൾവ്ഡ് എക്സാമ്പിൾസും അതുപോലെ അതിന്റെ പുറകിൽ കാണുന്ന എക്സസൈസും എല്ലാം നമ്മൾ പ്രത്യേകതരം ക്വസ്റ്റ്യൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് ഫ്രീ ആയിട്ട് NCERT സീരീസ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. മാസ്റ്റർ ചെയ്യുന്ന ഒരു ടൈപ്പ് സീരീസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടല്ലേ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നീട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള എന്താ പറയാ സ്റ്റഡി വിത്ത് ഫൺ എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ മെന്റിവാർ എന്റർടൈൻമെന്റ് ആണ്. അതെ എടാ, നിങ്ങൾ ഈ ഒരു നീറ്റ് പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ ടെൻഷൻസിനെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു എന്റർടൈൻമെന്റ് ലെവലിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. നിങ്ങളുടെ ടൈം കുറെ വേസ്റ്റ് ചെയ്യാന്നുള്ളതല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 hour കൊണ്ട് 2 സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നെങ്കിൽ ബോട്ടണി, കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി, ഫിസിക്സ് വെച്ചിട്ട് നമ്മൾ ഓരോന്നിലും ഒരു 10-15 ചോദ്യങ്ങൾ എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടൈം മെന്റിവാർ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദിക്കാൻ അപ്കമിങ് നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതിന്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവര് ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതിന്റെ. മറ്റേ എക്സാമിൽ ഇരിക്കും അവർ ഒന്നും കൂടി ഒന്ന് ടൈം ഡിലേ വരുമായിരിക്കും. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ലൈവായിട്ട് നടക്കുകയാണ്. സോ ആ ലൈവിൽ നിങ്ങൾ വളരെ ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു അതെ അപ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മെന്റിവാർ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. മെന്റിവാറിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ഏതാണ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈലം നീറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഏകദേശം 1 million മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ഫോളോ ചെയ്യുക, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമ്മൾ നീറ്റ് എൻ ഗെയിമിനെ കുറിച്ചാണ് പറയാനുള്ളത്. നീറ്റ് എൻ ഗെയിമിന് 30 മാർച്ചിനാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സാർ പറഞ്ഞു. പിന്നെ അതേപോലെ 31 മാർച്ച് സാർ പറഞ്ഞോളൂ. യെസ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം കൂടി പറയണ്ടേ സാർ, നമ്മളെ 30 മാർച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് എല്ലാവർക്കും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ആദ്യത്തെ ക്ലാസ് 31 നമ്മളെ നീറ്റ് ആൻഡ് ഗെയിമിന്റെ 2ാമത്തെ ക്ലാസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷമുള്ള ക്ലാസ്സുകൾ ഇവർ പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ. സോ നമുക്കിനി അതിന്റെ നമ്മളെ മറ്റൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരള സ്റ്റുഡൻസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഇത്ര 19K മെമ്പേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ അതേ വേവ് ലെങ്ത്തിൽ അതേ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടികളുടെ അത്രയും വലിയൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ആവുകയാണ്. അപ്പം അതെ, സ്റ്റഡി മെറ്റീരിയൽസും നമ്മളെ നോട്ടിഫിക്കേഷൻസും എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് തന്നെ QR കോഡ് കൊടുത്തിട്ടുണ്ട് സാർ. അവർക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റഡീസ് ഒക്കെ പിന്നെ ആവട്ടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ കുട്ടികൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ ഓക്കെയാണ് സാർ, എന്നാണ് ഈ ക്ലാസ് ഒന്ന് ഞങ്ങൾക്ക് ഇതിന്റെ മുന്നേ ബാച്ചിനെ കുറിച്ച് ഓറിയന്റേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ സാർ കൃത്യമായിട്ട് പറയും. അപ്പൊ March 29th നമ്മുടെ ഓറിയന്റേഷൻ ഡേ ആണ്. അന്ന് നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ബട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം ക്ലാസ് തുടങ്ങുന്നു. March 30th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങൾ ഈവൻ പാരന്റ്സിന് അടക്കമുള്ള ഒരു ഓറിയന്റേഷൻ ആയിരിക്കും അത്. കാരണം നിങ്ങൾ ഇത്രയും നമ്മൾ ആ ഒരു ഡേയുടെ മോർണിംഗ് 6:30 മുതൽ നൈറ്റ് 11:45 വരെയുള്ള ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പാരന്റ്സ് കൂടെ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഓറിയന്റേഷനും കൂടെ കഴിയുന്നതോടുകൂടി നിങ്ങൾ ഫുൾ ചാർജ് ആയിട്ട് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങളെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാണ്. പിന്നീടുള്ള അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നമ്മൾ സ്റ്റഡീസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന ദിവസങ്ങളായിരിക്കും. സോ March 30 മുതൽ നമ്മൾ ആ ഒരു വാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു സെഷൻ ആയിരിക്കും ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും ഓറിയന്റേഷൻ കൃത്യമായിട്ട് പങ്കെടുക്കുക. 30th നമ്മളെ ഫസ്റ്റ് ക്ലാസ്സും സാർ പറഞ്ഞ പോലെ തുടങ്ങും.
പിന്നെ നീറ്റ് ക്രാഷിന്റെ സെന്റേഴ്സ് ആണ് ഇത്. നമ്മൾ എൻ ഗെയിം എന്ന് പറയുന്നത് പ്യൂർലി ഓൺലൈൻ ആണ്. വീട്ടിന്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എപ്പോഴും കുറച്ച് പേർക്ക് ചിലപ്പോ ഓഫ്ലൈനിൽ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് നീറ്റ് ക്രാഷ് സെന്റേഴ്സ് ഉണ്ട്. കുട്ടി സാറേ ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്കാണ്. അങ്ങനെ ഓഫ്ലൈൻ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നീറ്റിന്റെ ക്രാഷ് ഓഫ്ലൈൻ 2026 സെന്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാസർഗോഡ്, പാലക്കാട് ഉണ്ട്, അതുപോലെ പത്തനംതിട്ട, കണ്ണൂർ, തൃശ്ശൂർ, കൊല്ലത്ത്, വയനാട്, എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ. ഓരോ ഡിസ്ട്രിക്റ്റിലും കുറെ സെന്ററുകളുണ്ട്. ടോട്ടൽ നമുക്ക് 30ഓളം സെന്ററുകൾ കേരളത്തിൽ അങ്ങോളം വരുന്നുണ്ട്. 30ഓളം സെന്ററുകളുണ്ട്. നമ്മൾ PDF അപ്ലോഡ് ചെയ്യും. കൃത്യമായിട്ട് നോക്കിയിട്ട് കൺവീനിയൻസ് സെന്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ സൂചന ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് അറിയേണ്ട അടുത്തൊരു പോയിന്റ് ഇത് തന്നെയായിരിക്കും. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞല്ലോ, അതിങ്ങ് പറ, അതേങ്ങ് പറഞ്ഞൂടെ എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ ഒരു സസ്പെൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എത്ര ആയിരിക്കും ഇതിന്റെ ഫീസ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീലാണ് നമ്മൾ ഈ ഒരു സാധനം നിങ്ങളിലേക്ക് തരുന്നത്. വെറും 3,999 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. മെറ്റീരിയൽ ആണ് മക്കളെ. 2 സ്ട്രക്ചറാണ് സാർ ഓൺലൈനിലുള്ളത്. അതായത് ടോട്ടൽ ഫീ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ലാണ്ടാണെങ്കിൽ ജസ്റ്റ് 3,999 ആണ്. ഇനി വിത്ത് സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ 5,999 ആണ്. രണ്ട് ഓൺലൈനിന്റെ ഫീസ് ആണ് മക്കളെ. ഓഫ്ലൈൻ ആകുമ്പോൾ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഓഫ്ലൈനിലെ ഫീസ് ടോട്ടൽ വരുന്നത് 10,000 പ്ലസ് GST ആണ്. മറ്റേത് ഇൻക്ലൂഡിംഗ് GST ആണ് നമുക്ക് ഓൺലൈനിന്റെ ഫീസ് പറഞ്ഞത്. ഓഫ്ലൈനിൽ മൊത്തം സ്റ്റഡി മെറ്റീരിയൽ അതിന്റെ കൂടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് അഡ്മിഷൻ ഫീ ഒരു 2,000 വരും. പിന്നെ കോഴ്സ് ഫീ 8,000. അങ്ങനെ ടോട്ടൽ 10,000 പ്ലസ് അതിന്റെ ഒരു GST. പിന്നെ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഓൺലൈനിലേക്കുള്ള ഒരു ഫ്രീ ആക്സസ് എന്തായാലും ഉണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞ് രാത്രി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ആ ഓൺലൈൻ ക്ലാസ്സിലേക്കുള്ള ആക്സസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ് എൻ ഗെയിമിന്റെ ഓൺലൈൻ സീരീസും കൂടി ബണ്ടിൽ അവൈലബിൾ ആയിരിക്കും. അതെ അതെ അതെ. എങ്കിൽ മെറ്റീരിയൽസ് നീറ്റ് ആയാൽ നീറ്റ് 2002 നമുക്ക് ഉറപ്പാക്കാൻ നമുക്ക് വരാം. നമുക്ക് നീറ്റിന്റെ മെറ്റീരിയൽസിന്റെ വില നമ്മൾ പറഞ്ഞു 2,000 റുപ്പീസ് ആണ്. അത് മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. 6 ബുക്കിന്റെ ഒരു സെറ്റ് ആണത്. ഓക്കെ, അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞതിന് ഇനി നിങ്ങൾക്ക് ഒരു ട്രീറ്റ് തരാൻ പോവാണ്. മീൻസിനെ ഫുൾ ടോപ്പിക് പ്രീ നീറ്റ് മോക്ക് എക്സാം സീരീസ് ആണ്. ഓഫ്ലൈൻ മോഡ് ഇൻ യുവർ നിയറസ്റ്റ് എക്സാം സെന്റർ. അതായത് ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡലാണല്ലോ നീറ്റ് എക്സാം നടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഓഫ്ലൈൻ എക്സാമിന്റെ ഒരു എക്സ്പോഷർ എങ്ങനെ കിട്ടും ചോദിക്കുന്ന പല കുട്ടികളും ഉണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഒരുപാട് നീറ്റ് മോക്ക് എക്സാമുകൾ നടത്തുന്നുണ്ട്. GIBകളുണ്ട്. ഈ GIBകളും നീറ്റ് മോക്ക് എക്സാമുകളും ഒക്കെ പ്യൂർലി ഓഫ്ലൈൻ ആണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത സാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീറ്റ് മോക്ക് എക്സാം ഓൺലൈൻ എൻ ഗെയിമിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് ഓഫ്ലൈൻ ആയിട്ട് സൈലത്തിന്റെ നിങ്ങളുടെ വീടിന്റെ നിയറസ്റ്റ് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നിയറസ്റ്റ് സെന്റർ ഏതാണെന്ന് സെർച്ച് ചെയ്യുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അവർക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ടൈം മാനേജ്മെന്റ്, പിന്നെ എക്സാം ഹോളിലുള്ള ഒരു ഫിയർ, അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവിടെ ഒരു റാങ്ക് കമ്പാരിസൺ അതൊരു വലിയൊരു ഫാക്ടർ ആണല്ലോ അല്ലേ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിൽ നമ്മളെ സ്കോർ എവിടെ കിടക്കുന്നു എന്ന് കമ്പയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും. എത്രത്തോളം ഉണ്ട് അറിയാനൊക്കെ അവർക്ക് പറ്റും. ഈ മോക്ക് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് കേട്ടോ. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് മോക്ക് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ രണ്ടിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GIBയുടെയും മോക്ക് എക്സാമിന്റെ ഒക്കെ ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ തുടങ്ങി എന്തും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാനുള്ള നമ്പറാണ്. എല്ലാവരും നോട്ട് ചെയ്തേക്കുക. 6009100300 എന്നുള്ള നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. അല്ലേ സാർ? യെസ്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ വിചാരിക്കുന്നു. ബാച്ചിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നീറ്റ് 2026 ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടിക്കാതെ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ബാച്ച് തന്നെയാണ് നീറ്റ് എൻ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഗെയിം ബാച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഇതിലേക്ക് വിളിക്കുക. നമ്മൾ പറഞ്ഞു കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടാവില്ല, കാരണം നമ്മളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീറ്റ് 2026 ആണ് നമ്മുടെ സ്വപ്നം. നമുക്ക് ഒരുമിച്ച് നടക്കാം. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരത്തെ അറിയിക്കുകയാണ്. റിസൾട്ട് വരുമ്പോൾ ഏറ്റവും നല്ല റാങ്കുമായിട്ട്, ഒരു അഡ്മിഷൻ ഉറപ്പിക്കുന്ന റാങ്കുമായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് പറയാം, നീറ്റ് എൻ ഗെയിം ബാച്ചിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അഡ്മിഷൻ വിളിക്കേണ്ട നമ്പറും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ വിളിക്കുക. നമ്മൾ ഇനി ഇവരെ ലൈവ് ക്ലാസ്സുകളായിരിക്കും കാണുന്നുണ്ടാവുക. സോ നമുക്ക് ക്ലാസ്സുകളുമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ ബൈ. സീ യു അഗൈൻ. ബൈ ബൈ.